പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയുടെ ചതിയെപ്പറ്റി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ തുടർന്ന് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭിഷേക്. ഇതേ തുടർന്ന് അഭിഷേക് സോഹനെ ചെന്ന് കാണുകയാണ്. സോഹനോട്, എടാ, കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. എന്തു പറ്റിയടാ? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ആ ദേവബാലയില്ലേ, അവൾക്ക് തലയ്ക്കത്ര കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവൾ ചെയ്യുന്നതെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിയുണ്ട് എന്ന് കരുതുന്ന നമ്മൾ പോലും അവളുടെ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, അവൾ എന്നെ വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഇത് കേൾക്കുന്ന സോഹൻ കാര്യങ്ങൾ മേഡത്തെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമൊക്കെ എന്തായി എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇഷ ഇപ്പോൾ പൂർണ്ണമായും ദേവബാലയെ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൾ എൻ്റെ വാക്ക് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ എനിക്കില്ല. ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അവളെ ഞാൻ അത്രയധികം സ്നേഹിച്ചതല്ലേ. ഇപ്പോൾ അവൾ അതെല്ലാം മറന്നുകൊണ്ട് ത്യാഗം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മാത്രവുമല്ല, ദേവബാലയ്ക്ക് എന്നെ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ആ ദേവബാല എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടി നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവളെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാക്സിമം ഞാൻ ശ്രമിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി അത് സാധിക്കുമെന്ന് തോന്നുന്നില്ലടാ. ഇപ്പോൾ നാട്ടിലുള്ളവരും അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞ സ്ഥിതിയാണ്. ഇനി അവളെ ഒഴിവാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ജീവിതം മടുത്തു കഴിഞ്ഞു. ഇത് കേട്ടതിനെ തുടർന്ന് സോഹൻ, നീ ഇങ്ങനെ തളരല്ലേ. അവൾ ആ ബുദ്ധിയില്ലാത്ത കാരണമല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. തൽക്കാലത്തേക്ക് നീ ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഉടൻ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും വഴി ഇതിനു വേണ്ടി ചെയ്യാൻ സാധിക്കുമോ എന്ന് കണ്ടെത്താമെന്നുള്ള ഉറപ്പ് സോഹൻ നൽകിയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അഭിഷേക്, നീ പറയുന്നതെല്ലാം കേട്ട് കയ്യും കെട്ടി ഇവിടെ ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം കാര്യങ്ങൾ എനിക്ക് മടുത്തു കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഇതിലും ഭേദം മരിക്കുന്നതാണ് എന്നുള്ള ചിന്ത വരെ എനിക്കിപ്പോൾ വന്നു കഴിഞ്ഞു. ആ ദേവബാലയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും എന്ന് അറിയിച്ചിരിക്കുകയാണ് അഭിഷേക്. അപ്രതീക്ഷിതമായ ഈ കാര്യം കേൾക്കുന്ന സോഹൻ, എടുത്തുചാടി മണ്ടത്തരമൊന്നും കാണിക്കല്ലേടാ. കാര്യങ്ങൾ ശരിയാകും. നീ ഇപ്പോൾ ജോലിയും മറ്റു കാര്യങ്ങളിലുമാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം തനിയെ ശരിയാകും. നീ ധൈര്യമായിരിക്കെ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ തന്നെയുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് സോഹൻ. ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുന്ന ഇഷയാകട്ടെ രാജിയെ ചെന്ന് കാണുകയും പൊട്ടിക്കരയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കാണുന്ന രാജി, എന്തു പറ്റി ഇഷമോളെ, എന്തിനാണ് കരയുന്നത്? അമ്പലത്തിലേക്ക് പോയതിന് ശേഷമാണല്ലോ ഈ മാറ്റം വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഞാൻ അമ്പലത്തിലേക്ക് പോയപ്പോൾ ദേവബാലയെ കണ്ടിരുന്നു എന്ന് ഇഷ പറയുന്നു. അവിടെ വെച്ച് എന്താണ് നടന്നത്? എല്ലാ കാര്യവും വ്യക്തമായി പറയൂ. ഇത് കേൾക്കുന്ന ഇഷ, എന്നോട് അവളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കരുത് എന്നാണ് അവൾ പറഞ്ഞത്. ഞാനിത് കേട്ട് ഞാനതിന് ഒരിക്കലും ശ്രമിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന രാജി,
നീ എന്തിനാണ് മോളെ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതെല്ലാം നമ്മൾ മറന്ന കാര്യമല്ലേ. ഇനിയും എന്തിനാണ് ആവശ്യമില്ലാതെ അഭിഷേകിന്റെ കാര്യത്തിൽ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇടപെടാൻ പോകുന്നത്? ഇത് കേൾക്കുന്ന ഇഷ, അവനെ എനിക്ക് അങ്ങനെ മറക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രയധികം ഞാൻ അവനെ സ്നേഹിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഈ വിഷമമെല്ലാം മനസ്സിൽ ഉണ്ടാകുന്നത്. പക്ഷേ ദേവബാല എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഭാര്യ എന്തായാലും അവളുടെ ഭർത്താവിനെ വിട്ടുകളയാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ അവൾ എന്നോട് പറഞ്ഞത്. അവളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവളെ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് രാജി. ഇതേ തുടർന്ന് ഇഷ ഇനി എന്താണ് ബാക്കി കാര്യങ്ങൾ? ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? പപ്പ ഈ കാര്യം അറിഞ്ഞാൽ വളരെയധികം വിഷമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേൾക്കുന്ന ഇഷ, കുറച്ച് സമയം എനിക്ക് വേണം എല്ലാം മറക്കുന്നതിന് വേണ്ടി. അത് കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന ഞാൻ തന്നെ തീരുമാനമെടുക്കും. ആരെയും വേദനിപ്പിക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഇഷ, ഞാൻ എന്തായാലും കുറച്ച് തീരുമാനങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അബദ്ധമൊന്നും കാണിക്കരുത് എന്ന് രാജി ഇഷയോട് പറഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.